Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള മട്ടൺ റോഗൻ ജോഷ് ആണ്. ഈ ഡിഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒറിജിനേറ്റഡ് ചെയ്തിരിക്കുന്നത് കാശ്മീരിൽ നിന്നാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റോഗൻ ജോഷിന്റെ റെസിപ്പി മട്ടണിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് മീറ്റിൽ ഈവൻ വെജിറ്റബിളിലും ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ല റെസിപ്പിയാണ്, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ വ്യത്യസ്തമായ ടേസ്റ്റും ഫ്ലേവറുമുള്ള നല്ല റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മിസംബ്ലേഴ്സ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യമായി തന്നെ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പഞ്ച് മല്ലിയില നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അടുത്തായി ഒരു നാരങ്ങയും പകുതിയായി കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. കട്ട് ചെയ്ത് കഴുകിയെടുത്ത 1 കിലോ മട്ടൺ മാരിനേറ്റ് ചെയ്യുവാനായിട്ട് പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പുമിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ റെസിപ്പിക്കായിട്ട് കുറച്ച് നെയ്യുള്ള മട്ടൺ ഒരു മീഡിയം സൈസിലാണ് നമ്മളിന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. മട്ടൺ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ അടുത്തായിട്ട് പറയുന്നത്. മട്ടൺ കഴുകുമ്പോൾ അതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ മട്ടന്റെ സ്മെല്ല് മാറാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ മട്ടൺ കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെയധികം ഡിഫറൻസ് ഉണ്ടാക്കുന്നത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അടുത്തായി ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മട്ടൺ ഇട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വേകുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മട്ടൺ നന്നായി കുക്കായതിനു ശേഷം കുക്കറിന്റെ ലിഡ് ഓപ്പൺ ആക്കി ഇതിൽ നിന്നും മട്ടന്റെ പീസ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിൽ ബാക്കി വന്ന സ്റ്റോക്ക് നമ്മൾ റെസിപ്പിക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് സ്റ്റോക്ക് എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായി സ്റ്റൗ ഓണാക്കി ഇതിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മസ്റ്റാർഡ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കടുകെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ച് നമ്മളുടെ പ്ലേറ്റിൽ കാണുന്ന സ്പൈസസ് ആണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. 5 പീസ് കരയാമ്പൂ, 1 ടീസ്പൂൺ കുരുമുളക്, 3 ചെറിയ ബേലീഫ്സ്, 5 ഏലക്കായ, ചെറിയ 3 കറുവാപ്പട്ടയും കൂടെ നമ്മുടെ ഓയിലിലേക്ക് നമുക്കിടാം. സ്പൈസസ് ഓയിലിലേക്ക് ഇട്ടതിന് ശേഷം സിമ്മറിൽ ഒരു 30 സെക്കൻഡ് നമുക്കിത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്തായി 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ നമ്മുടെ ഓയിലിലേക്ക് ഇട്ട് ചെറുതായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മട്ടൺ ഇതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോത്തെ ചെയ്യാം. നമ്മൾ ഏകദേശം ഒരു 3 തുടങ്ങി 4 മിനിറ്റ് വരെയാണ് മട്ടൺ ഇതിൽ കുക്ക് ചെയ്യുന്നത്. മട്ടന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തായി 1 കപ്പ് യോഗട്ട് വിസ്ക് കൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ പാനിലേക്ക് ആഡ് ചെയ്യാം. യോഗട്ട് നന്നായി മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സ്റ്റോക്കും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മളുടെ സ്റ്റോക്കും യോഗട്ടും നന്നായി മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തായി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് നന്നായി സ്റ്റീർ ചെയ്തതിന് ശേഷം പാനിൻ്റെ ലിഡ് വെച്ച് 10 തുടങ്ങി 20 മിനിറ്റ് വരെ നമ്മളുടെ സോസ് നല്ല തിക്കാവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഗൈസ്, എനിക്കൊരു ഹ്യൂജ് ഫേവർ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. നമ്മളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ നല്ല റെസിപ്പികൾ വീണ്ടും അപ്ലോഡ് ചെയ്യാനായിട്ടും അത് എനിക്ക് മോട്ടിവേഷൻ തരും. അപ്പോൾ എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഏകദേശം ഒരു 20 മിനിറ്റ് വരെ നമ്മളുടെ മട്ടൺ നല്ല രീതിയിൽ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മൾ നേരത്തെ ഒഴിച്ച ഓയിലെല്ലാം നന്നായി തിളച്ച് മുകളിൽ ലെയറായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ മട്ടൻ്റെ പീസാണ് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. മട്ടൻ്റെ പീസുകൾ പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളുടെ ഗ്രേവിയും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിക്കാം. ഗാർണിഷ് ചെയ്യുവാനായിട്ട് ചോപ്പ് ചെയ്ത കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടാൽ നമ്മളുടെ കാശ്മീരി മട്ടൺ റോഗൻ ജോഷ് റെഡിയായി. ഗൈസ്, അടുത്തായിട്ട് നമുക്കിന്ന് ടേസ്റ്റ് നോക്കാം. നമ്മളെ മീറ്റ് എല്ലാം നല്ല ടെൻഡറായിട്ട് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അതുമാതിരി തന്നെ നല്ല ഫ്ലേവർ, നല്ല ടേസ്റ്റ്, കുറച്ച് സ്പൈസസ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സ്പൈസസ് ഒന്നുമില്ല. മട്ടൺ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. മട്ടൺ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മട്ടന് പകരം
ലാമ്പോ ചിക്കനോ ബീഫോ വെച്ച് ഈ ഡിഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഗൈസ് അതുമാതിരി തന്നെ ഇതുമാതിരത്തെ ഡിഷ് കാണാനായിട്ട് നമ്മളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി തന്നെ നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിന് ഈ റെസിപ്പി ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ഡിഷ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, until I see you with a different video. Bye bye.